സംഭവിച്ചത് വളരെ ദുരൂഹതയാണെന്ന് കരുതാനാവില്ല. ഡൽഹി സ്ഫോടനം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവ്. കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവർക്കെതിരെയും ശക്തമായ നടപടികളുണ്ടാകും. രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം തുടരുകയാണ്. ഭീകരാക്രമണമെന്ന നിലയിൽ UAPA ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം മുന്നോട്ട് നീങ്ങുന്നത്. ഡൽഹിയിലെ സ്ഫോടനം രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കേറ്റ മുറിവാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. രാജ്യത്ത് മതേതരത്വവും സ്നേഹവും നിലനിൽക്കുന്നിടത്തോളം അതിനെ ഉടയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമമായി ഭീകരാക്രമണത്തെ കാണേണ്ടതുണ്ട്. പക്ഷേ ഭാരതത്തിലെ പൗരന്മാർ സംയമനം പാലിച്ച് ഇതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യം വിതറാതെ നമ്മുടെ സാഹോദര്യം ഒന്നുകൂടി ഊട്ടിയുറപ്പിച്ച് നിലകൊള്ളണമെന്ന് സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. കുറ്റവാളികളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികൾ രാജ്യമെമ്പാടും പരന്നു കിടപ്പുണ്ടെങ്കിൽ അവരിലേക്ക് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം പോകും. നടപടി ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുകയാണ്. ഡൽഹിയിൽ സംഭവിച്ചത് വളരെ ദൂരെയാണെന്ന് കരുതി നിൽക്കാനാവില്ല. സ്ഫോടനത്തിൽ നിന്നുള്ള ഞെട്ടലിലും ഭയത്തിലും നിന്നും ജനങ്ങൾ ഇപ്പോഴും മുക്തമായിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരണം നടത്താൻ ആഗ്രഹിക്കുന്നില്ല. അത് ശരിയല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം 30 ജില്ലകളിലെ യോഗവും ചേരുന്നുണ്ട്. അവർ തയ്യാറാക്കിയ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങളെ അറിയിക്കും. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പിന്നീട് താൻ പ്രതികരിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപമുണ്ടായ ഉഗ്രസ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ച ഹുണ്ടായി i20 കാറിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. കാർ ഓടിച്ചിരുന്ന ആളുടേതെന്ന് സംശയിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പൊട്ടിത്തെറിക്കിരയായ കാർ ഹരിയാന രജിസ്ട്രേഷൻ ഹുണ്ടായി i20 ആണ്. HR 26CE 7674 എന്ന നമ്പറിലുള്ള വെളുത്ത i20 കാറാണ് ദൃശ്യങ്ങളിലുള്ളത്. കാർ ഡൽഹിയിൽ പലയിടങ്ങളിലായി ചുറ്റിക്കറങ്ങിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച 6:52 സ്ഫോടനമുണ്ടായത്. ഇതിന് തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള സുഹ്നറി മസ്ജിദിന് സമീപം കാർ ഏതാണ്ട് 3 മണിക്കൂറിന് മുകളിൽ സമയം നിർത്തിയിട്ടിരുന്നു. കാർ വൈകിട്ട് 3:19 ഇവിടേക്ക് പ്രവേശിക്കുന്നതും 6:48 പുറത്തേക്ക് പോകുന്നതും CCTV ദൃശ്യങ്ങളിൽ കാണാം. പിന്നാലെയാണ് പൊട്ടിത്തെറി ഉണ്ടായത്.